കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു വലിയ സന്തോഷം ചെറിയ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 3ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ ഫസ്റ്റത്തെ കാക്കിരി പൂക്കിരി എഴുതിയ മാഷിനെ ഞാൻ കാണാൻ പോയി. എനിക്ക് വളരെ സന്തോഷമായിട്ടോ. മാഷിനെ കണ്ട സന്തോഷത്തിൽ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടിയില്ല. എൻ്റെ ടീച്ചർക്കൊക്കെ സന്തോഷമായി ഞാൻ മാഷിനെ നേരിൽ കണ്ടെന്ന് പറഞ്ഞപ്പോൾ. കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്ത് തൂങ്ങുന്നു, കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു, കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു, കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കുട്ടികളെല്ലാരും കൂടി ചൊല്ലിയോ? മനസ്സിലായോ? എന്താ പേരെന്താ? അല്ല, എന്റെ മോന്റെ പേരെന്താ? ഹിഷ. എന്താണത് മനസ്സിലായോ? കവിതയുടെ കാര്യം ടീച്ചർ പറഞ്ഞ മനസ്സിലായിരുന്നു. പകുതിയെ പോയുള്ളൂ, പിന്നെ പെരുന്നാളായപ്പോ ലീവ് എടുത്ത്. കാക്കിരി കുക്കിരി പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആകൃതി ഇല്ലാത്ത സാധനം പറയില്ലേ? ചേന ചേന കണ്ടിട്ടുണ്ടോ? ചേന വീട്ടില് ചേന ഉണ്ടാക്കുന്നത് വീട്ടില് വാങ്ങാറുണ്ടോ ചേന? കരിങ്കല്ലൊക്കെ നമ്മള് തൊട്ട് നോക്കില്ലേ? കരിങ്കല്ല് നല്ല മിനുസുണ്ടാവില്ലല്ലോ. ഉടച്ച കരിങ്കല്ല്, വലിയ കരിങ്കല്ലൊക്കെ മിന്നുണ്ട് അല്ലേ? വീട്ടിലെ ആവശ്യത്തിലൊക്കെ നമ്മള് നല്ലത് കൊണ്ടുവരും. ചേനപ്പൂ നമ്മൾ ഉപ്പേരി വെച്ചില്ലേ നാള്, അതിന്റെ അടി ഉണ്ടാവണ ചേന സ്ഥിരം വാങ്ങണ്ടെങ്കിലേ അറിയോ. ദേശം ആകൃതി ഇല്ലാത്ത സാധനത്തിനൊക്കെയാണ് നമ്മൾ എന്താ പറയാ ഈ കാക്കിരി പൂക്കി എന്നൊക്കെ പറയാ. എണ്ണ അറിയാതെ ഒരു നാടൻ വാക്കാണത്. എന്റെ മുത്തശ്ശി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടില്. എന്റെ അച്ഛൻ്റെ അമ്മ കാക്കിരി പൂക്കി. എന്താ ഇതിങ്ങനെ കാക്കിരി പൂക്കിരിയെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായ അർത്ഥം അറിയില്ല. അവിടെ അത് മാത്രല്ല അർത്ഥം, കുറെ അർത്ഥങ്ങളുണ്ട് മാങ്ങയെ പറ്റിയിട്ട്. പഠിക്കും, നല്ല പഠിക്കും. അത് ടീച്ചർ പറഞ്ഞു തരും. അതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വേറെ അവർക്ക് ടീച്ചർമാർക്കുള്ള നന്നായിട്ട് പഠിക്കുക. അപ്പൊ സംശയം എന്തെങ്കിലൊക്കെ ചോദിച്ചാൽ വെള്ളിയാങ്കല്ല് കടന്നിട്ടേ, തൃത്താല വെള്ളിയാങ്കല്ല് കടന്നിട്ട് റോഡരികിലാണോ അത്? അതല്ലല്ലോ. ഞാന് ആ വഴിക്ക് പോയത് നമ്മുടെ ജയരാജിന്റെ വൈഫ് ഹൗസ് അവിടെയാണോ? ഈ